ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ബീഫ് കേക്ക് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു 1/2 കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് 3/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 കിലോ ബീഫിൽ നിന്നും 1/4 കിലോ ബീഫാണ് ഞാനിപ്പോൾ ഈ ബീഫ് കേക്കിനായിട്ട് എടുക്കുന്നത്. 1/4 കിലോ ബീഫ് ഞാൻ വേറൊരു സ്നാക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ എടുത്തിട്ടുള്ള ബീഫിൻ്റെ പകുതി ബീഫ് എടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്രഷ് ചെയ്ത് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ബീഫ് കേക്കിലേക്കുള്ള ബീഫ് മസാല നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡറുകൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ക്രഷ് ചെയ്തതുകൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബീഫ് ഏകദേശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവാണോ അല്ലേന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് ഇതാ ഈ ഒരു കളറാകുന്നത് വരെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള
ബീഫ് മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്ററിനേക്കാളും നമ്മുടെ ബീഫ് മസാല മുന്നിട്ട് നിൽക്കുന്നതാണ് ബീഫ് കേക്കിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബീഫ് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്, പാനിലാണ് ബീഫ് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പഴയ ഏതെങ്കിലും ഒരു പാന് താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ആക്കി കൊടുക്കാം. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഈ നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 2-3 മല്ലിയില ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് തൊട്ട് നോക്കുമ്പോൾ മാവൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പരുവത്തിലായിട്ടുണ്ടെങ്കിൽ ബീഫ് കേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഈ ബീഫ് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സോസ് പാനിലുള്ള ബീഫ് കേക്ക് ഈ പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബീഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബീഫ് കേക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.